അങ്ങനെ നമ്മുടെ നിധി ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. ഗോപി പോലീസ് വിളിച്ചുകൊണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് അറിയാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് നമ്മുടെ സുധീഷ് കയറി വരുന്നുണ്ട്. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട് എന്താ നിധി ഇങ്ങനെ ആലോചിച്ചിരിക്കണമെന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങളെ വിളിച്ചു വന്നു ഗോപി പോലീസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സുധീഷ് ഒന്നും അറിയാത്ത പോലെ ഏത് ഗോപി പോലീസ് എന്നൊക്കെ ചോദിക്കുന്നത് നമ്മളെ കല്യാണം കഴിച്ചറിഞ്ഞില്ലേ അയാൾ എന്ന് പറയുമ്പോൾ ഇല്ല വിളിച്ചിട്ടില്ല, എന്നെ വിളിച്ചിരുന്നു, നമ്മളെന്തിനാ ഡൈവേഴ്സിന് പോയെന്നൊക്കെ ചോദിച്ച് വിളിച്ചിരുന്നു. അയാളിപ്പോൾ എങ്ങനെയാണ് അറിഞ്ഞു എനിക്ക് മനസ്സിലാവില്ല പറയുന്നത്. സുധീഷ് ആകെ പെട്ടു എന്ന് വിചാരിക്കുന്നത്. സുധീഷ് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ ആരാ പറഞ്ഞെന്നാവോ എന്നൊക്കെ അങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷിന് പെട്ടെന്ന് ഒരു ഐഡിയ വന്നിട്ട് പറയുന്നുണ്ട് ഇനി ചിലപ്പോൾ കോടതിയിൽ നിന്ന് വിളിച്ചറിയിച്ചതായിരിക്കും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കല്യാണം കഴിച്ചുകൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നിധി വേഗം ഫോൺ എടുത്തിട്ട് നമ്മുടെ അഡ്വക്കേറ്റിനെ വിളിക്കാൻ തുടങ്ങുന്നത്. ആ സമയത്ത് സുധീഷ് ഇപ്പോൾ എന്തിനാ ഈ രാത്രി വിളിക്കാൻ പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നിധി പറഞ്ഞു എനിക്കിത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ആകെ സമാധാനക്കേടാണ്, ഞാൻ എന്തായാലും വിളിച്ചോക്കട്ടെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ഫോൺ എടുക്കുന്നില്ല. എന്തായാലും പിന്നെ തിരിച്ച് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് അഡ്വക്കേറ്റോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ നിധി നിങ്ങളാണോ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചതെന്ന് ചോദിക്കുന്നത്. ഞങ്ങൾ എന്തിനാ അതൊക്കെ അറിയിക്കണം, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫോർമാലിറ്റി ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് സോറി മാഡം, ഈ സമയത്ത് ഞങ്ങൾ നിങ്ങളെ അറിയാതെ ഡിസ്റ്റർബ് ചെയ്തു, സോറി എന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സുധീഷിനോട് പറഞ്ഞേ അഡ്വക്കേറ്റ് അല്ല വിളിച്ചറിഞ്ഞു, പിന്നെ ഇത് ആരാ വിളിച്ചറിയിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുധീഷ് പറയുന്നുണ്ട് ഇനി അത് പോട്ടെ, ഞാൻ നാളെ അയാളോട് തന്നെ ചോദിച്ചോക്കാം, ഗോപി പോലീസിനെ കാണുമ്പോൾ ഞാൻ അയാളോട് തന്നെ ചോദിച്ചോക്കാം അത് ആരാ അറിയിച്ചതെന്നൊക്കെ ഞാൻ അയാളോട് ചോദിച്ചോക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ സുധീഷ് മുങ്ങുന്നുണ്ട്. എന്തായാലും നമ്മുടെ നിധി വേഗം ഗോപി പോലീസിൻ്റെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയത് അറിഞ്ഞാൽ നാളെ ഞാനൊന്ന് നിങ്ങളെ കണ്ടാലോ, ഞാൻ ആ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറയുന്നുണ്ട് ഗോപി പോലീസ്. എന്തായാലും ഗോപി പോലീസിൻ്റെ ഭാര്യ അതൊക്കെ കേട്ടിട്ട് അയാളെ കുറേ ചീത്തയൊക്കെ പറയുന്നുണ്ട്. നിങ്ങളെന്തിനാ ഇപ്പോൾ ഒരു ഡൈവേഴ്സായ പെണ്ണോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കാണിക്കണമെന്ന് നമ്മുടെ സുധീഷ് കേക്കൊക്കെ വാങ്ങി ഒരുക്കി ടേബിളിലൊക്കെ വെച്ചിട്ട് ക്യാൻഡിലൊക്കെ കളത്തിയിട്ട് ബലൂണൊക്കെ കെട്ടി തൂക്കിയിട്ടൊക്കെ നമ്മുടെ സുഭാഷേട്ടനെ നികേഷിനെ ഹരീഷിനൊക്കെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഹരീഷ് ചോദിക്കുന്നത് എന്താ ഈ ഒരു പാതിരാത്രിക്ക് നിങ്ങൾക്കെന്ന് ചോദിക്കണ്ടേ, നീക്കി എല്ലാവരും നീക്കി പോയി ഫ്രഷ് ആവി, ഇന്ന് നിധിയുടെ പിറന്നാളാണ്, നാളെ രാവിലെ 12 മണിയായി നിധിയുടെ പിറന്നാൾ, എല്ലാവരും നീക്കി നമുക്ക് അവളെ വിഷ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ സുഭാഷേട്ടൻ ആകെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും പോയി മുഖമൊക്കെ കഴുകി വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുധീഷ് പറഞ്ഞു ഞാൻ പോയി നിധിയെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. നിധീനെ പോയി റൂമൊക്കെ തട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ നികേഷ് പറയുന്നുണ്ട് ഇനി നിങ്ങൾ പോയി വിളിച്ചു വന്നിട്ട് പിന്നെയും ദേഷ്യപ്പെടേണ്ട, രാത്രി അവരുടെ റൂമിലേക്ക് കയറുന്നു പറഞ്ഞിട്ട് അത് കുഴപ്പമില്ല ഞാൻ എന്നെ പോയി വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധീഷ് ഒരു പൊക്കെയൊക്കെ ആയിട്ട് പോയിട്ട് വിളിക്കുന്നുണ്ട്. നമ്മുടെ നിധിയോട് നിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ട് കൂട്ടിയിട്ട് വരുന്നുണ്ട്. നിധിക്ക് ഇതൊക്കെ കാണുമ്പോൾ ആകെ അത്ഭുതം തോന്നുന്നു. നിധി ചോദിക്കുന്നത് നിങ്ങളെങ്ങനെ അറിഞ്ഞു, അതൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. എന്തായാലും വായോ 12 മണിയായി, കേക്കൊക്കെ മുറുക്കിയെന്ന് പറഞ്ഞപ്പോൾ കേക്കൊക്കെ മുറുക്കി. ഇതെന്താ 2 എണ്ണം, ഒന്ന് ഞങ്ങൾക്ക് ഒന്ന് നിനക്ക് വേണ്ടി സ്പെഷ്യലാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ നിധിക്ക് ആകെ സന്തോഷമുണ്ട്. കേക്കൊക്കെ മുറിക്കുന്നുണ്ട്. മുറിച്ചിട്ട് നമ്മുടെ സുഭാഷേട്ടൻ പറയും നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ, ഇപ്പം തന്നെ എല്ലാവരും കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഭാസ്കരൻ വീട്ടിൽ വരുന്നുണ്ട്. ബാത്റൂം പോണ സമയത്ത് പോയി വന്നിട്ട് അവൻ നിധി കേക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ പോയി വരാമെന്ന് പറഞ്ഞിട്ട് പോയി വരുന്ന സമയത്ത് നിധിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് താഴെ ഒരു കേക്ക് അതിൽ ഡിയർ ഹാപ്പി ബർത്ത്ഡേ ഡിയർ നിധി എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അത് വന്ന് സുഖമായിട്ട് ഭാസ്കരൻ കാലുകൊണ്ട് ചവിട്ടിയിട്ട് നല്ല ഒക്കെ ചവിട്ടി തകർത്തിട്ട് പോകുന്നുണ്ട്. നമ്മുടെ സുധീഷിനാണെങ്കിൽ അയ്യോ ഞാൻ അവൾക്ക് വേണ്ടി സ്പെഷ്യൽ വാങ്ങിയ കേക്ക് ഇങ്ങനെ ആക്കിയില്ലേ എന്നൊക്കെ വിചാരിക്കുന്നു. സുധീഷ് ഭാസ്കരനോട് ദേഷ്യപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ സുഭാഷേട്ടൻ പറയുന്നുണ്ട് ഇന്നൊരു നല്ല ദിവസമായിട്ട് ദേഷ്യപ്പെടേണ്ട, വീട് വിട്ടുകളയെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സുധീഷിനാണെങ്കിൽ വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.